ഇപ്പോൾ ലൈവിൽ അനീഷ് ആദിലേൻ്റെ അടുത്ത് സംസാരിക്കുകയാണ് അനുമോളുമായിട്ടുള്ള വിഷയം. അതിൽ ആദില പറയുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത്. അതിന് മുൻപ് പറയേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അനുമോൾ എപ്പോൾ കിച്ചണിൽ കയറിയാലും ഭക്ഷണമൊക്കെ നന്നായിട്ട് പാകം ചെയ്യും. ഇത് വിളമ്പി കൊടുക്കുമ്പോൾ അനുമോൾക്ക് കുറച്ച് ചിട്ടകളുണ്ട്. അവിടെയാണ് ഈ പ്രശ്നങ്ങളും വഴക്കുകളും ഒക്കെ വരുന്നത്. അത് നേരത്തെ ആദില ലാലേട്ടൻ്റെ എപ്പിസോഡിലായാലും അനുമോൾ ഉറ്റ സുഹൃത്തായെന്നിരിക്കെ അനുമോൾ ഇത്തരം തെറ്റുകളൊക്കെ ആദില കണ്ണടച്ച് ചൂണ്ടിക്കാണിക്കുന്ന ഒരു ആദിലേനെ നമ്മൾ കണ്ടതാണ്. ഇവിടെ വഴക്കുണ്ടാകാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് നൂറ ഉന്നയിക്കുന്ന ഒരു കാര്യം, ടിക്കറ്റ് ടു ഫിനാലെ കിട്ടിയത് കൊണ്ട് നൂറയ്ക്ക് അഹങ്കാരം കൂടിയെന്ന് അനുമോൾ പറഞ്ഞു. ഇത് ആദിലയ്ക്കും അതേപോലെ തന്നെ നൂറയ്ക്കും വല്ലാതെ മാനസികമായ ഒരു വിഷമം ഉണ്ടാക്കി. കാരണം അത്രയും റിസ്ക് എടുത്ത ടാസ്ക് ജയിച്ചിട്ടാണ് നൂറ, സംഭവമൊക്കെ ശരി, അനുമോൾ അങ്ങനെ പറഞ്ഞത് തെറ്റാണ്. പക്ഷെ അനുമോൾ ഇവിടെ പറയാനുണ്ടായ കാരണം ആണ് നമ്മൾ ഒന്ന് നോക്കേണ്ടത്. കാരണം നൂറ അവിടെ പറഞ്ഞു, നിനക്ക് പി ആറിൻ്റെ ബലമുള്ളത് കൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത്, അതുകൊണ്ട് നിനക്ക് എന്തും കളിക്കാം, നിന്നെ പുറത്തുള്ള പി ആർ നോക്കിക്കോളും, പി ആർ ഇവിടെ അവർ നോക്കിക്കോളും, നിന്നെ ഇവിടെ സേഫാക്കി അവർ നിർത്തും എന്നുള്ള കാര്യമൊന്ന് നൂറ പറഞ്ഞു അനുമോളെക്കുറിച്ച്. ഇത് അനുമോൾക്ക് മാനസികമായിട്ട് വേദന ഉണ്ടാക്കിയത് കൊണ്ടാണ് അനുമോൾ നിനക്ക് ടിക്കറ്റ് ഫിനാലെ കിട്ടിയതിൻ്റെ അഹങ്കാരമാണെന്ന് പറഞ്ഞത്. പിന്നെ ആദിലേക്ക് അനുമോൾ പേഴ്സണലി ഒരു ഭയങ്കരമായ ദേഷ്യവും സങ്കടവും ഒക്കെ വരാനുള്ള കാരണം, അനുമോൾ പറഞ്ഞു എൻ്റെ ഫെയിം കണ്ടിട്ടാണ് നിങ്ങൾ എൻ്റെ കൂട്ടുകൂടിയതെന്ന്. പക്ഷേ ആദില അങ്ങനെ കൂട്ടുകൂടിയതല്ല എന്നുള്ളതാണ് ആദില അനീഷിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ ആദില കരഞ്ഞുകൊണ്ട്, ഇപ്പോഴും കരഞ്ഞുകൊണ്ട് സംസാരിക്കുന്നത്. അങ്ങനെ അവൾ പറഞ്ഞല്ലോ, പിന്നെ എങ്ങനെയാണ് ഞങ്ങൾ അവരെ കൂടുക? അത്തരം കാര്യങ്ങളൊന്നും നിങ്ങളും അനീഷേട്ടനും ഷാനവാസും അങ്ങനെ പറഞ്ഞില്ലല്ലോ. നിങ്ങൾ ഷാനവാസിൻ്റെ ഫെയിം കണ്ടിട്ടാണോ ഷാനവാസിൻ്റെ കൂട്ടുകൂടിയത്? അങ്ങനെ അനുമോൾ പറഞ്ഞത് വളരെ മോശമായി പോയി എന്ന് ആദിലയ്ക്ക് കൊണ്ടു. അതാണ് ആദില ഒരു പ്രത്യേക കാരണം, ഇവർ മാനസികമായിട്ട് അകലാനുള്ള കാരണം. ഇനി അടുക്കണമെങ്കിൽ എങ്ങനെയാണ് ചേട്ടാ ഞങ്ങൾ അടുക്കുക? കാരണം അവളുടെ ഫെയിം കണ്ടിട്ടാണെന്നല്ലേ ഞങ്ങൾക്ക് പിന്നീട് വിചാരിക്കുക. അത് അങ്ങനെ അവൾ പറയാൻ പാടില്ല, അനുമോൾ പറയാൻ പാടില്ല എന്നുള്ള രീതിയിലാണ് അനീഷിൻ്റെ അടുത്ത് ആദില സംസാരിക്കുന്നത്. എന്തായാലും ഇവരുടെ വഴക്കിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക. ആരുടെ ഭാഗത്താണ് ശരിക്കും ശരി?